പുതിയൊരു സാമ്പത്തിക വർഷം കൂടെ വരികയാണ്. 25-26 ഏകദേശം കഴിയാറായി. നമുക്ക് പുതിയ സാമ്പത്തിക വർഷത്തേക്ക് നമ്മൾ കടക്കുകയാണ്. എനിക്ക് ഈ അവസരത്തിൽ എൻ്റെ ഇൻവാക്സ് ഉപയോഗിക്കുന്ന കസ്റ്റമേഴ്സിനടുത്തും പറയാനുള്ളൊരു കാര്യം, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, ബാക്കപ്പിൻ്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ആൻറ്റിവൈറസിൻ്റെ ഇമ്പോർട്ടൻസ്. അതായത് നിങ്ങൾ പലരും ഈ പറയുന്നത് ബാക്കപ്പ് എൻ്റെ സിസ്റ്റത്തിൽ തന്നെ വരുന്നുണ്ട്, അല്ലെങ്കിൽ എക്സിറ്റ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ബാക്കപ്പ് ആവുന്നുണ്ട് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ എൻ്റെ ഒരു സ്ട്രോങ് റെക്കമെൻഡേഷൻ എന്താണെന്ന് പറഞ്ഞാൽ, എത്രയൊക്കെ നമ്മുടെ സിസ്റ്റത്തിൽ ബാക്കപ്പ് ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ ഒരു എക്സ്റ്റേണൽ ഡ്രൈവിലേക്ക്, അതായത് അതൊരു പെൻ ഡ്രൈവ് ആവാം, അതല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് ആവാം, ഈ ഇതിനകത്തേക്ക് ഒരു ബാക്കപ്പ് ഡെയിലി എടുക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടാക്കി വയ്ക്കുക. ആ ബാക്കപ്പ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചുള്ള ഏതെങ്കിലും കാരണവശാൽ നമ്മുടെ സിസ്റ്റത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ പോലും നമുക്ക് എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്കിൽ നിന്ന് നമുക്ക് റിക്കവർ ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ പെൻ ഡ്രൈവിൽ നിന്ന് നമുക്ക് റിക്കവർ ചെയ്യാൻ സാധിക്കും. പലരും പറയുന്നത് എക്സിറ്റ് ചെയ്യുമ്പം ബാക്കപ്പ് ആവുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ സിസ്റ്റത്തിലേക്ക് തന്നെ ബാക്കപ്പ് എടുത്തു, ആ സിസ്റ്റം തന്നെ നമുക്ക് എന്തെങ്കിലും കറക്റ്റ് ആയാൽ പിന്നെ എന്ത് ചെയ്യും, ആ ബാക്കപ്പ് എടുക്കാൻ റിക്കവർ ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ട് വരും. അതുകൊണ്ടാണ് ഞാൻ ബാക്കപ്പിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് പറയുന്നത്. എങ്ങനെ ബാക്കപ്പ് എടുക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം, എങ്കിലും ഞാൻ ഒന്നുകൂടെ പറയുകയാണ്. ടൂൾസ് മെനുവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് ബാക്കപ്പ് കമ്പനി എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ബാക്കപ്പ് കമ്പനി ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ സെലക്ട് ബാക്കപ്പ് ഡ്രൈവ് ഉണ്ട്. ഈ സെലക്ട് ബാക്കപ്പ് ഡ്രൈവിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഒരു പെൻ ഡ്രൈവോ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്കോ കുത്തിക്കഴിഞ്ഞാൽ ആ ഡ്രൈവ് ഇവിടെ എക്സ്ട്രാ വിസിബിൾ ആവും. ആ ഡ്രൈവ് ചൂസ് ചെയ്യുക, ബാക്കപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇത്രയേ ഉള്ളൂ ബാക്കപ്പ് എന്ന് പറയുന്നത്. ഓരോ പ്രാവശ്യം ബാക്കപ്പ് എടുക്കുമ്പോഴും നമ്മൾ ഓരോ ദിവസത്തെ ഫയൽ സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ ജനറേറ്റ് ആകുന്നത്. അപ്പോൾ ഒന്നുകൂടി നമുക്കത് സെക്യൂർ ആവുകയാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബാക്കപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഡെയിലി എടുക്കേണ്ട ഒരു പ്രോസസ്സാണ്. അത് സിസ്റ്റത്തിലേക്ക് എടുക്കുന്നതിനോടൊപ്പം തന്നെ ഒരു പെൻ ഡ്രൈവിലോ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്കിലേക്കോ നിങ്ങൾ എടുക്കുന്നത് കുറച്ചുകൂടി നമുക്ക് സുരക്ഷിതമായിരിക്കും. അടുത്തൊരു കാര്യമാണ്, ഇന്നിപ്പോൾ നമ്മൾ എന്തിനും ഇൻ്റർനെറ്റ് ഉണ്ടെങ്കിലേ നമുക്ക് സ്ഥാപനം മുന്നോട്ട് പോകുന്നുള്ള അവസ്ഥയാണ്. ദാറ്റ് മീൻസ് 24/7 നമ്മുടെ സിസ്റ്റം നെറ്റിൽ കണക്റ്റഡ് ആണ്. സ്വാഭാവികമായിട്ടും ഇന്ന് ഇപ്പോൾ പല ത്രെട്ടുകൾ നമ്മുടെ ഫ്രണ്ടിലേക്ക് വരുന്നുണ്ട്, ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ഫ്രണ്ടിലേക്ക് വരുന്നുണ്ട്. ഇതിൻ്റെ എല്ലാ അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് ഫിഷിംഗ് മെയിൽസിൻ്റെ രൂപത്തിൽ, അല്ലെങ്കിൽ വൈറസിൻ്റെ രൂപത്തിൽ, അങ്ങനെ പല രീതിയിൽ നമ്മുടെ സിസ്റ്റത്തിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് രക്ഷ നേടണമെങ്കിൽ നമ്മൾ ഒരു ആൻറ്റി വൈറസ് അതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ്. ചില സ്ഥലങ്ങളിൽ അവർ ആൻറ്റിവൈറസ് ഇൻസ്റ്റാൾ ചെയ്യും, അവരുടെ സെർവർ മാത്രം ഇട്ട് ആൻറ്റിവൈറസ് പ്രൊട്ടക്റ്റ് ചെയ്യും. അതിൽ കാര്യമില്ല. കാരണം നിങ്ങളുടെ ഓഫീസിൽ 10 സിസ്റ്റം ഉണ്ടെങ്കിൽ ആ 10 സിസ്റ്റത്തിലും ആൻറ്റിവൈറസ് ഇടുക, അത് കൃത്യമായി അപ്ഡേറ്റ് ചെയ്യുക. അതിന് വേണ്ടി ചിലവാക്കേണ്ടി വരുന്ന ഒരു ചെറിയ തുക നിങ്ങൾ ബിസിനസ്സിലെ ചിലവായിട്ട് കണക്കാക്കാതെ, അത് ബിസിനസ്സിൻ്റെ ഇൻവെസ്റ്റ്മെൻ്റ് തന്നെ കണക്കാക്കുക. പലപ്പോഴും ഈ ഒരു ചെറിയ തുകയ്ക്ക് വേണ്ടി നമ്മൾ ലാഭിക്കുമ്പോൾ നമുക്ക് വരുത്താവുന്ന നഷ്ടങ്ങൾ എന്ന് പറയുന്നത് വളരെ വലുതാണ്. അപ്പം ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നു, ബാക്കപ്പ്, ദെൻ ഒരു പ്രോപ്പർ ആൻറ്റിവൈറസ്, ഇത് രണ്ടും നിങ്ങളുടെ സിസ്റ്റത്തിൽ ഇടുക, നിങ്ങളുടെ ഡാറ്റയെ സുരക്ഷിതമാക്കുക എന്നുള്ളതാണ്.